നിൻ വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. എല്ലാവരും സന്തോഷത്തോടെ കർത്താവിനൊരു മഹത്വം കൊടുത്ത് ഹല്ലേലൂയ. കർത്താവിനോട് ചേർന്നിരിക്കുവാൻ ലഭിച്ച ഈ അവസരത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. വീണ്ടും ഈ ആത്മീയ ശുശ്രൂഷയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സമാധാനം ആശംസിക്കുകയാണ്. 91 സങ്കീർത്തനം 1 തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ പറ്റും. അവിടെ സങ്കീർത്തകൻ ഏറ്റുപറയുകയാണ്, അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും. സർവശക്തനായ ദൈവത്തിന്റെ തണലിൽ കഴിയുക, കർത്താവിന്റെ മഹത്വമേറിയ സാന്നിധ്യത്തിന്റെ മേഘത്തണലിൽ നമ്മൾ ആയിരിക്കുക, അതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, കർത്താവിനോട് നമ്മൾ ചേർന്നിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കുന്നത്. അതിനായി ദൈവം നൽകിയ ഈ നല്ല അവസരത്തെ ഓർത്ത് നമുക്ക് ഒരിക്കൽ കൂടെ വലിയ ആനന്ദത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് നൽകുന്ന ദൈവിക ആലോചനകൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി അഭിഷേകമായി മാറുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ നമുക്കായിരിക്കാം. പെന്തക്കോസ്ത് തിരുനാളിനായി നമ്മളെല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തെ മുഴുവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദ്വിതീയ പെന്തക്കോസ്തയ്ക്കായി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. യെശയ്യായുടെ പുസ്തകം 59 അധ്യായം 19 വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കർത്താവിന്റെ കാറ്റിനാൽ തള്ളി അലച്ചു വരുന്ന പ്രവാഹം പോലെ അവിടുന്ന് വരും. ഈ വചനം ഈ നാളുകളിൽ അഭിഷേകമായി നിവൃത്തിയാകാൻ പോവുകയാണ്. കർത്താവിന്റെ കാറ്റിനാൽ തള്ളി അലച്ചു വരുന്ന പ്രവാഹം പോലെ പരിശുദ്ധാത്മാവ് ലോകം മുഴുവൻ ആഞ്ഞടിക്കാൻ പോവുകയാണ്. കുടുംബങ്ങളിൽ, ജനപദങ്ങളിൽ, ജനകോടികളിൽ, സഭാ സമൂഹങ്ങളിൽ, രാഷ്ട്രങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിലെല്ലാം അഭിഷേകത്തിന്റെ പുത്തൻ അഗ്നിയെ ജ്വലിപ്പിച്ചുകൊണ്ട് ആത്മാവിന്റെ ചലനങ്ങൾ അധികമായ അളവിൽ ഈ നാളുകളിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഒരു ദ്വിതീയ പെന്തക്കോസ്തയ്ക്കായി കർത്താവ് ലോകത്തെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലയളവിൽ, ഈ ഒരു സമയത്ത് ദൈവവചനത്തിൽ നിന്ന് ഇതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് വളരെ അനുഗ്രഹപ്രദമാണ്. കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ ഏറെ ഒരുക്കമുള്ള ഹൃദയത്തോടെ പ്രാർത്ഥനാപൂർവ്വം നമുക്കായിരിക്കാം. ഒരു ദ്വിതീയ പെന്തക്കോസ്തയുടെ അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും സഭാ സമൂഹങ്ങളിലും ആത്മീയ ശുശ്രൂഷ മേഖലകളിലെല്ലാം കത്തിപ്പടരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇരുകരങ്ങളും കർത്താവിന് മുൻപിലേക്ക് ഉയർത്തി വലിയ ആത്മഭാരത്തോടെ കർത്താവേ, ഒരു പുത്തൻ പെന്തക്കോസ്ത് അഭിഷേകം, ഒരു ദ്വിതീയ പെന്തക്കോസ്തയുടെ അഗ്നി ഞങ്ങളുടെ മേൽ ഇടണമേ, ഞങ്ങളിൽ കത്തി പടർത്തണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് സ്വരമുയർത്തി വിശ്വാസത്തോടെ ആത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഇടപെടണമേ, കർത്താവെ പ്രവർത്തിക്കണമേ, കർത്താവ് വ്യാപരിക്കണമേ. ഒരു പുത്തൻ പെന്തക്കോസ്തയുടെ അഭിഷേകം ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് പകരണമേ, കുടുംബങ്ങളിലേക്ക് പകരണമേ, സഭാ സമൂഹങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക് പകരണമേ. അതിനായി ആത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നന്ദി, ആത്മാവേ നന്ദി, പിതാവേ നന്ദി. കർത്താവിന്റെ വചനത്തെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. സാധിക്കുന്ന എല്ലാ ദൈവമക്കളും വിശുദ്ധ ബൈബിൾ കൈകളിലെടുത്ത് ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാനായിട്ട് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. അത് നമ്മുടെ വചനത്തിൽ വളരുവാൻ നമ്മെ അത് സഹായിക്കും. ലേവ്യ പുസ്തകം 23 അധ്യായം 15-16 തിരുവചനങ്ങളിലൂടെ
ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. ലേവ്യ പുസ്തകം 23-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ പറ്റും, അവിടെ യഹൂദനോടുള്ള ബന്ധത്തിൽ നമ്മുടെ കർത്താവ് ചില തിരുനാളുകൾ ആചരിക്കുവാനായിട്ട് പറയുകയാണ്. ഒന്നാമതായി പെസഹ തിരുനാൾ, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ, വീണ്ടും ആദ്യഫല കട്ടയുടെ തിരുനാൾ, അതുപോലെ തന്നെ ആഴ്ചകളുടെ തിരുനാൾ, കൂടാര തിരുനാൾ, പാപ പരിഹാര തിരുനാൾ, പുതുവത്സര തിരുനാൾ, ഇങ്ങനെ പോവുകയാണ് യഹൂദനോട് ബന്ധത്തിൽ ദൈവം നൽകിയ തിരുനാളുകൾ. എന്നാൽ ഈ തിരുനാളുകൾക്കെല്ലാം പ്രവചനാത്മകമായി വലിയ അർത്ഥമുണ്ട്. യേശു ക്രിസ്തുവിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഈ തിരുനാളുകൾ പരിശോധിക്കുമ്പോൾ, സഭായുഗത്തോടുള്ള ബന്ധത്തിലും നമ്മൾ ഈ തിരുനാളുകൾ പരിശോധിക്കുമ്പോൾ ഇതിന് വളരെ പ്രസക്തിയുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പെസഹ തിരുനാൾ, പുളിപ്പില്ലാത്ത അപ്പത്തിന് തിരുനാൾ, ഇത് എന്തിനാ കാണിക്കുന്നത്? നമ്മുടെ കർത്താവായ യേശുവിന്റെ പീഡാസഹനങ്ങളെയും കാൽവരിയിലെ കുരിശുമരണത്തെയും. വീണ്ടും നമുക്ക് കാണാൻ പറ്റും ആദിഫല കട്ടയുടെ തിരുനാൾ. ഈ തിരുനാൾ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിനെയാണ് കാണിക്കുന്നത്. ലേവ്യ പുസ്തകം 25-ാം അധ്യായം 10-11 വാക്യങ്ങൾ നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ കാണുവാൻ പറ്റും. അവിടെ ദൈവം തന്റെ ജനത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ വിളവെടുത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ കൊയ്ത്തിന്റെ ആദ്യഫലമായ കറ്റ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. നിങ്ങൾ കർത്താവിന് സ്വീകാര്യരാകുവാൻ വേണ്ടി പുരോഹിതൻ ഈ കറ്റ അവിടുത്തെ മുൻപിൽ നീരാജനം ചെയ്യണം. സാപത്തിന്റെ പിറ്റേ ദിവസം അവൻ അത് ചെയ്യട്ടെ. സാപത്തിന്റെ പിറ്റേ ദിവസമാണ് ഈ ആദിഫല കറ്റ ദൈവത്തിന്റെ മുൻപിൽ നീരാജനം ചെയ്യേണ്ടത്. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ കർത്താവ് എപ്പോഴാണ് ഉയർത്തെഴുന്നേറ്റത്? മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ പറ്റും. സാപത്ത് കഴിഞ്ഞപ്പോൾ മഗ്ദലേന മറിയവും യാക്കോബിന്റെ അമ്മയായ മറിയവും സലോമിയും അവൻ അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടി സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ അവർ യേശുവിന്റെ ശവകുടീരത്തിലേക്ക് പോയി. എന്നാൽ അവർക്ക് യേശുവിനെ കാണുവാൻ കഴിഞ്ഞില്ല. സാപത്തിന്റെ പിറ്റേ ദിവസം, അതാണ് ഈസ്റ്റർ, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. കർത്താവിന്റെ ദിനമായി നമ്മൾ ആചരിക്കുന്നു സൺഡേ, ഞായറാഴ്ച. സാപത്തിന്റെ പിറ്റേ ദിവസമാണ് നമ്മുടെ കർത്താവ് മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റത്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായം 20-ാം വചനത്തിൽ പറയുന്നുണ്ട്, നിദ്ര പ്രാപിച്ചവരുടെ ഇടയിൽ നിന്ന് യേശു ആദ്യ ഫലമായി ഉയർപ്പിക്കപ്പെട്ടു. ഹല്ലേലൂയ. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകത്തിൽ കാണുന്ന ഈ ആദിഫല കറ്റ ആരെയാണ് പ്രവചനാത്മകമായി കാണിക്കുന്നത്? ഇത് ആരുടെ നിഴലാണ്? ഇത് മറ്റാരുടെ നിഴലല്ല. ഈ ആദിഫല കറ്റ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ ദൈവത്തിന്റെ അത്ഭുതകരമായ ജ്ഞാനം എത്രയോ വലുതാണ്. യേശു ക്രിസ്തു ചരിത്രത്തിൽ വരുന്നതിനേക്കാൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പിതാവായ ദൈവം പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകത്തിൽ യേശു ക്രിസ്തുവിന്റെ പീഡാസഹനം, കുരിശുമരണം, ഉയർപ്പ്, ഇതെല്ലാം എത്ര മനോഹരമായിട്ടാണ് ചിത്രീകരിച്ചു വെച്ചിരിക്കുന്നത്. വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാ. ലേവ്യ പുസ്തകം 23-ാം അധ്യായം, അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു. 15-16 തിരുവചനങ്ങൾ. അവിടെ ആഴ്ചകളുടെ തിരുനാൾ, ഇതാണ് പെന്തക്കോസ്ത് തിരുനാൾ. സാപത്തിന് പിറ്റേ ദിവസം, അതായത് യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം, നമുക്കറിയാം നമ്മുടെ കർത്താവ് ഉദ്ധിതനായതിനു ശേഷം 50-ാം ദിവസമാണ് പരിശുദ്ധാത്മാവ് സ്വർഗം വിട്ടിറങ്ങി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. 50-ാം ദിവസം. പെന്തക്കോസ്ത് എന്നുള്ള വാക്കിന് അർത്ഥം അതാ, 50-ാം ദിനം, 50-ാം ദിവസം എന്ന വാക്കിന് പ്രത്യേകമായിട്ടുള്ള അർത്ഥം. അപ്പൊ 50-ാം ദിനത്തിലാണ് പരിശുദ്ധാത്മാവ് സ്വർഗം വിട്ടിറങ്ങി ഇതാ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. സഭ ജനിക്കുന്നത്, സഭ ആദ്യമായി, നമുക്കറിയാം പെന്തക്കോസ്ത് തിരുനാൾ ദിവസമാണ് സഭയുടെ ജനനം. ഇവിടെ വചനത്തിലോട്ട് നിങ്ങൾ വരിക, എത്ര കൃത്യമായിട്ട് കർത്താവ് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ ദൈവത്തിന്റെ ആ സിസ്റ്റം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. സാപത്തിന് പിറ്റേ ദിവസം മുതൽ, അതായത് നീരാജനത്തിനായി കട്ട കൊണ്ടുവന്ന ദിവസം മുതൽ 7 പൂർണ്ണമായ ആഴ്ചകൾ നിങ്ങൾ കണക്കാക്കണം. 7 പൂർണ്ണമായ ആഴ്ചകൾ.
എന്ന് പറയുമ്പോൾ നമുക്കറിയാം 49 ദിവസം. 7ാമത്തെ സാബത്തിന് പിറ്റേ ദിവസം. അപ്പൊ 49 ദിനം കഴിഞ്ഞ് അതിന്റെ പിറ്റേ ദിവസം എന്നാ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാ 50ാമത്തെ ദിവസം. ഈ 50ാം ദിവസത്തിൽ എന്ത് ചെയ്യണം? നിങ്ങൾ 50ാം ദിവസം കർത്താവിന് പുതിയ ധാന്യങ്ങൾ കൊണ്ട് നിങ്ങൾ ധാന്യബലി അർപ്പിക്കണം. ഇതാണ് പെന്തക്കോസ്ത തിരുനാള്, ഇതാണ് കൊയ്ത്തിന്റെ തിരുനാള്, ഇതാണ് ആഴ്ചകളുടെ തിരുനാള്. പ്രിയ ദൈവമക്കളെ, വളരെ കൃത്യമായി പെന്തക്കോസ്ത തിരുനാളിനോടുള്ള ബന്ധത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ലേവ്യ പുസ്തകത്തിൽ ദൈവം ഇതെല്ലാം മനോഹരമായി ഒരുക്കി വെച്ചിരിക്കുകയാണ്. നമുക്കിത് കാണാൻ പറ്റും. നിങ്ങൾ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 3ഉം 4ഉം തിരുവചനങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ വചനം പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് വചനം പറയുന്നത്? പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെ കുറിച്ച് തന്റെ പ്രിയപ്പെട്ടവരോട് പഠിപ്പിച്ചു. 40ാം ദിവസം യേശു ഉദ്ധിതനായതിനു ശേഷം 40ാം ദിനത്തിലാണ് പിതാവിന്റെ വലതുഭാഗത്ത് മഹത്വപൂർണനായി ഉപവിഷ്ടനാകുവാൻ അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത്. ഈ 40 ദിവസം കഴിഞ്ഞ് തുറന്നു വരുന്ന 10 ദിവസത്തിന് പൂർണ്ണതയിൽ 50ാം ദിവസത്തിലാണ് പെന്തക്കോസ്ത തിരുനാൾ സമാഗതമാകുന്നത്. പ്രിയമുള്ളവരെ, വളരെ കൃത്യമായി കർത്താവ് തന്റെ ഈ രഹസ്യങ്ങളെല്ലാം വിശുദ്ധ വചനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ദൈവവചനത്തിന്റെ വിശ്വാസ യോഗ്യത എത്രയോ വലുതാണ് ദൈവമക്കളെ. നമ്മൾ മനസ്സിലാക്കുക, ഈ പെന്തക്കോസ്ത തിരുനാൾ ദിവസം അവർ സെഗിയോൻ മാളികയിൽ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമാതാവിനോട് ചേർന്ന് ആ 120 ശിഷ്യ സമൂഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഗ്നിനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ആ സമൂഹത്തിന് മധ്യ ഇറങ്ങി വന്നു. ഒരു ഫയർ അനോയിന്റിംഗ്, അഗ്നിയുടെ അഭിഷേകം, അഗ്നിയുടെ സ്നാനത്താൽ സ്വർഗത്തിലെ ദൈവം ആ സമൂഹത്തെ നിറയ്ക്കുകയാ. സഭ അവിടെ ജനമെടുക്കുകയാ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ദൈവമക്കളെ, ഇന്ന് നമ്മളിൽ നല്ലൊരു ശതമാനവും ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഫയർ അനോയിന്റിങ്ങിന് വേണ്ടി, അഗ്നി അഭിഷേകത്താൽ നിറയപ്പെടുവാൻ, അഗ്നി അഭിഷേകത്തിൽ നടക്കപ്പെടുവാൻ, പരിശുദ്ധാത്മാവ് അഗ്നിയാൽ നമ്മെ സ്നാനം ചെയ്യുവാൻ. നമ്മൾ എത്ര പേർ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കണേ? എത്ര പേർ അതിനു വേണ്ടി ഉപവസിക്കുന്നത്? എത്ര പേർ അതിനു വേണ്ടി സമർപ്പണമുള്ളവരാകുന്നത്? എന്നാൽ ഇവിടെ കർത്താവിന് ചില കാര്യങ്ങൾ നമ്മോട് പറയുവാനുണ്ട്. എന്തുകൊണ്ടാണ് അവരുടെ മധ്യേ പരിശുദ്ധാത്മാവ് ഈ അഗ്നിനാവായി ഇറങ്ങി വന്നത്? അതിന് പ്രധാനമായും 2 കാരണങ്ങളുണ്ട് ദൈവമക്കളെ. ഈ പെന്തക്കോസ്ത തിരുനാളിനായി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ഒരു ദ്വിതീയ പെന്തക്കോസ്തയ്ക്ക് വേണ്ടി കർത്താവ് ഈ ലോകത്തെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, കർത്താവിന്റെ സൈന്യമായി ഞാനും നിങ്ങളും മാറണമെങ്കിൽ, നമ്മുടെ മേൽ ഈ പരിശുദ്ധാത്മ അഭിഷേകം കത്തിപ്പടരണമെങ്കിൽ, ദ്വിതീയ പെന്തക്കോസ്തയുടെ അഭിഷേകം നമ്മളിൽ ആളി ജ്വലിക്കണമെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ പഠിപ്പിക്കുന്ന ഈ ആത്മീയ സത്യങ്ങൾ ഞാനും നിങ്ങളും മനസ്സിലാക്കിയേ മതിയാകൂ. എന്താണ് കാരണം? യേശു അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 5-ാം തിരുവചനത്തിലോട്ട് നമ്മൾ വരുമ്പോൾ നമുക്കവിടെ കാണാം. യേശു പറഞ്ഞു, എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് നിങ്ങൾക്ക് സ്നാനം നൽകി, എന്നാൽ നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത്. കർത്താവ് 1-ാമതായോട് പറഞ്ഞൊരു കാര്യം അതാ, നിങ്ങൾ ആത്മാവിനാൽ സ്നാനമേൽക്കും, നിങ്ങൾക്ക് ആത്മാവിന്റെ പുത്തൻ അഭിഷേകം ലഭിക്കും. ആയതിനാൽ നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുതെന്ന് യേശു വളരെ കൃത്യമായി അവരോട് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, ശിഷ്യ സമൂഹത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് അഗ്നിയായി ഇറങ്ങി വന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, അവർ കർത്താവിന്റെ വചനത്തെ അനുസരിച്ചു. ആരൊക്കെ കർത്താവിന്റെ വാക്കിനെ അനുസരിക്കുന്നുവോ അവരുടെ മേലാണ് ഈ പെന്തക്കോസ്തയുടെ തീ ആളി പടരുന്നത്. അവരുടെ മേലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്. അനുസരിക്കുന്നവരുടെ മേൽ, കർത്താവിനെ അനുസരിക്കുന്നവരുടെ മേൽ, അനുസരിക്കുന്ന കുടുംബങ്ങളുടെ മേൽ, അനുസരിക്കുന്ന സഭാ സമൂഹങ്ങളുടെ മേൽ, അനുസരിക്കുന്ന ശുശ്രൂഷകളുടെ മേൽ, അനുസരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് അഗ്നിയായി ഇറങ്ങി വരും. നിങ്ങൾ എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? അവർ സ്വരമുയർത്തി കർത്താവിന്റെ മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഇവിടെ വചനം അതാ പറയുന്നത്. കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. 12-ാമത്തെ വാക്യം അപ്പോസ്തല പ്രവർത്തനം 1:12 നോക്ക്. അവിടെ എന്താ പറയുന്നത്? അവർ ഒലിവുമലയിൽ നിന്ന് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയിട്ട് അവരെന്താ ചെയ്തത്? 14-ാമത്തെ വാക്യത്തിൽ പറയാ, അവർ ആ പട്ടണത്തിലെത്തി
തങ്ങൾ താമസിച്ചിരുന്ന വീടിന്റെ മുകളിലത്തെ മുറിയിൽ ചെന്നു. അതാണ് മാർക്കോസിന്റെ സെഗിയോൻ ഊട്ടുശാല, സെഗിയോൻ മാളികമുറി. ആ മാളികമുറിയിൽ അവരെന്താ ചെയ്തത്? 14-ാം വാക്യത്തിൽ ഇവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ നമ്മുടെ പരിശുദ്ധ കന്യകാമറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവന്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അവർ യേശുവിന്റെ വാക്ക് പൂർണ്ണമായും അനുസരിച്ചു. ഈ പെന്തോക്കോസ്ത തിരുനാളിനായി നമ്മൾ ഒരുങ്ങുമ്പോൾ ഒരു ദ്വിതീയ പെന്തോക്കോസ്തയുടെ അഭിഷേകം നമ്മുടെ മേൽ വ്യാപരിക്കണമെങ്കിൽ ശ്രദ്ധിക്കുക ദൈവമക്കളെ, നമ്മൾ എന്ത് വില കൊടുത്തും കർത്താവിന്റെ വാക്കിനെ അനുസരിക്കുവാൻ തയ്യാറാവുക. അനുസരിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. ഹല്ലേലൂയ! ഈ അഭിഷേകം നമുക്ക് ഏറ്റെടുക്കാം. രണ്ടാമതായി അവർ അവിടെ ചെയ്തൊരു കാര്യമുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ എന്താ പറയുന്നത്? പെന്തോക്കോസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. സ്പിരിറ്റ് ഓഫ് യൂണിറ്റി, ഐക്യം, അവർ ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. പ്രിയ ദൈവമക്കളെ, ശിഷ്യ സമൂഹത്തിന്റെ മധ്യേ, ആദിമ ശിഷ്യ സമൂഹത്തിന്റെ മധ്യേ പരിശുദ്ധാത്മാവ് അഗ്നിനാവായി ഇറങ്ങി വന്നതിന്റെ മറ്റൊരു കാരണം അവരുടെ ഐക്യമായിരുന്നു. ഒരുമിച്ച് കൂടി ഐക്യത്തോടെ ഒരുമിച്ച് കൂടി ഈ അഭിഷേകത്തിന് വേണ്ടി, കർത്താവിന്റെ വാഗ്ദത്തം അവരുടെ നിവൃത്തിയാകുവാൻ വേണ്ടി അവർ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. എവിടെ ഐക്യമുണ്ടോ, എവിടെ കൂട്ടായ്മയുണ്ടോ, അവരുടെ മേൽ, അവരുടെ മധ്യേ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. ഇന്ന് പിശാച് വ്യക്തി ജീവിതങ്ങളിലും കുടുംബങ്ങളിലും സമൂഹങ്ങളിലും സഭാ തലങ്ങളിലൊക്കെയുള്ള ഐക്യത്തെ നശിപ്പിച്ച് വിഭാഗീയത കൊണ്ടുവന്ന്, ഡിവിഷൻ കൊണ്ടുവന്ന്, അനൈക്യത്തെ കൊണ്ടുവന്ന് ഒരുപാട് തിന്മയുടെ കളകൾ പിശാചി നാളുകളിൽ വിതച്ചുകൊണ്ടിരിക്കുകയാ. പ്രിയ ദൈവമക്കളെ, തിരിച്ചറിയുക. കർത്താവിന്റെ കാറ്റിനാൽ തള്ളിയലച്ചുന്ന പ്രവാഹം പോലെ പരിശുദ്ധാത്മാവിനെ ഈ കാലഘട്ടത്തിൽ ആഞ്ഞു വീശണമെങ്കിൽ ഈ നാളുകളിലെ സഭാ മക്കൾ യേശുവിന്റെ സ്നേഹത്തിൽ ഐക്യത്തോടെ നിൽക്കുവാൻ തയ്യാറാകണം. എവിടെ ഐക്യമുണ്ടോ അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുണ്ട്. എവിടെ ഐക്യമുണ്ടോ അവിടെ ആത്മാവിന് ഉണർവുണ്ട്. എവിടെ ഐക്യമുണ്ടോ അവിടെ സ്വർഗത്തിന്റെ ചലനമുണ്ട്. ഹല്ലേലൂയ! നമ്മൾ ഈ സത്യം മനസ്സിലാക്കുക, ഈ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അവർ ഒരുമിച്ചുകൂടി ഏക മനസ്സായി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയെ കർത്താവ് സ്വീകരിച്ചു. പരിശുദ്ധാത്മാവിത സ്വർഗം വിട്ടിറങ്ങി അവരുടെ മേൽ വരികയാണ്. മൂന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കുക, യേശു തന്റെ പ്രിയപ്പെട്ട ശിഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യോഹന്നാന്റെ സുവിശേഷം 14:16 എന്താണ് യേശു പറഞ്ഞത്? ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശുവിന്റെ പ്രാർത്ഥനയുടെ ഫലമായി ഇതാ സ്വർഗം വിട്ടിറങ്ങി പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. പ്രിയ ദൈവമക്കളെ, ഈ പെന്തോക്കോസ്ത തിരുനാളിനായി നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ ഒരു ആഗ്രഹം നമുക്കുണ്ടാകണം. എന്ത് വില കൊടുത്തും കർത്താവിനെ അനുസരിക്കുവാൻ. 2, കർത്താവിന്റെ സ്നേഹത്തിൽ ഐക്യപ്പെട്ട് നിൽക്കുന്ന ഒരു ജീവിതമായി, ഒരു കുടുംബമായി, ഒരു സമൂഹമായി, ഒരു സാക്ഷ്യമായി നമ്മുടെ ജീവിതങ്ങൾ മാറ്റപ്പെടുമ്പോൾ കർത്താവിന്റെ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ മേൽ ആ സെഗിയോൻ ഊട്ടുശാലയിൽ പരിശുദ്ധാത്മാവ് എപ്രകാരം ഇറങ്ങി വന്നുവോ അതിനേക്കാൾ ശക്തമായ അളവിൽ ഈ നാളുകളിൽ അവർ എന്റെയും നിങ്ങളുടെ മേൽ ഇറങ്ങി വരും. തീർച്ച. ഇല്ലെങ്കിൽ കർത്താവിന്റെ വചനം മാറ്റി എഴുതേണ്ടി വരും. യേശു പറഞ്ഞു, ആകാശം ഭൂമിയും പോയാലും എന്റെ വചനം മാറുകയില്ല, എന്റെ വചനത്തിന് മാറ്റം ഉണ്ടാവുകയില്ല. പ്രിയ ദൈവമക്കളെ, ഈ വചനം സത്യമാണ്. ഈ വചനം ഇത് വിശ്വാസയോഗ്യമാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തുറന്നു വരുന്ന ആരാധന ശുശ്രൂഷയിൽ ഈ ദ്വിതീയ പെന്തോക്കോസ്തയുടെ അഭിഷേകം നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, സഭാ സമൂഹങ്ങളിൽ ഈ കാലഘട്ടത്തിലെ സകല ദൈവജനത്തിന്റെ മേൽ ആളി പടരുവാൻ, കത്തി ജ്വലിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നാം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും പെന്തോക്കോസ്ത തിരുനാളിന്റെ ആശംസകൾ നേരുകയാണ്. ഉണർവിൻ കൊടുങ്കാറ്റേ നീ
വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു പെന്തക്കുസ്ത. അഭിഷേകത്തിൻ കൈകൾ നീ എന്നിൽ നീട്ടണമേ. അഭിഷേകത്തിൻ കൈകൾ നീ എന്നിൽ നീട്ടണമേ. നമ്മെ അഭിഷേകം ചെയ്യുന്ന നമ്മുടെ കർത്താവിന്റെ മുൻപിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഏറെ ആനന്ദമുള്ളവരായി കർത്താവിന്റെ സാന്നിധ്യത്തെ അനുഭവിച്ചുകൊണ്ട് ഈ ആരാധന ശുശ്രൂഷയിൽ ഒരുക്കമുള്ള ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം. ഒരു ദ്വിതീയ പെന്തക്കോസ്തയുടെ അഭിഷേകം നമ്മളിൽ കത്തിപ്പടരുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. ഇന്നേ ദിവസം തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിച്ചു. കർത്താവ് ഈ ലോകത്തെ ഒരുക്കുകയാണ്, സഭയെ ഒരുക്കുകയാണ്. രാജ്യങ്ങളെയും ദേശങ്ങളെയും ഭൂഖണ്ഡങ്ങളെയും ജനപദങ്ങളെയും ഒരു ദ്വിതീയ പെന്തക്കോസ്തയ്ക്കായി കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, പെന്തക്കോസ്ത തിരുനാളിനോട് അടുത്തിരിക്കുന്ന നമ്മൾ ഏറെ ഒരുക്കമുള്ള ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക. ആദ്യമ സഭയിൽ പരിശുദ്ധാത്മ വെളിപ്പെട്ടതുപോലെ ഈ കാലഘട്ടത്തിലെ സഭാമക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ മേൽ കാലഘട്ടത്തിന് അഭിഷേകമായ പരിശുദ്ധാത്മാവ് കത്തിപ്പടരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ ആരാധന നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ഇരുകരങ്ങളും പരിശുദ്ധ കുർബാനയുടെ മുൻപിലേക്ക് യാചനാപുറം നീട്ടിപ്പിടിച്ച് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കേ. ഓ പൊന്നു പരിശുദ്ധാത്മാവേ, അഭിഷേകമായി, കൃപയായി, ദൈവശക്തിയുടെ വ്യാപാരമായി ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെ, തലമുറകളെ, ജീവിത സാഹചര്യങ്ങളെ, ശുശ്രൂഷ മേഖലകളെ, തൊഴിൽ മണ്ഡലങ്ങളെ അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഭീരുവായിരുന്ന പത്രോസിനെ ധൈര്യപ്പെടുത്തിയ പരിശുദ്ധാത്മാവ്, ശിഷ്യ സമൂഹത്തിന് മേൽ അഗ്നിനാവായി ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ്, പ്രവാചകന്മാരെ ശക്തീകരിച്ച പരിശുദ്ധാത്മാവ്, പൂർവ്വപിതാക്കന്മാരിലേക്ക് വിശ്വാസ വീര്യം പകർന്ന പരിശുദ്ധാത്മാവ്, പരിശുദ്ധ അമ്മയിൽ ആവസിച്ച് വചനത്തെ മാംസമായി ഗർഭം ധരിക്കുവാൻ അമ്മയെ അഭിഷേകം ചെയ്ത പരിശുദ്ധാത്മാവ് ഇതാ നമ്മുടെ ജീവിതത്തിന് മേൽ കത്തിപ്പടരുകയാ. ഇരു കരങ്ങളും കർത്താവിനെ മുൻപിലേക്ക് ഉയർത്തി ഒരു ദ്വിതീയ പെന്തക്കോസ്തയുടെ അഭിഷേകം നമ്മൾ കത്തിപ്പടരുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ അഭിഷേകം കത്തിപ്പടരട്ടെ, എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ശക്തീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മണ്ഡലങ്ങളെയും ഒന്ന് പൗത്രീകരിക്കണമേ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ ദാഹത്തോടെ, വലിയ ആനന്ദത്തോടെ ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ആരാധന, ആരാധന, ആരാധന. അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. സഭയെ ഉണർത്തുവാൻ, ദേശങ്ങളെ, രാജ്യങ്ങളെ, ഭൂഖണ്ഡങ്ങളെ യേശുവിനായി നേടുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.